കാലൊക്കെ ഇങ്ങനെ കിടന്ന് പറിക്കുന്നുണ്ട് പണ്ടാരിറങ്ങാൻ. മല കയറിയിട്ട് മുട്ടായിരുന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു, ഇപ്പം മേലൊന്നായിട്ട് വിറക്കുന്നു. എടക്കൽ കേസിൽ വരുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. You should. It's so good. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള എടക്കൽ കേവ്സിലെത്തി. ലൈക്ക് പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ വരെ നടന്നു പോകണം. ബട്ട് സാറിന് നമുക്ക് ഉണർത്താം. നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിൽ വണ്ടി വെച്ചു. സോ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം. സോ അതും സെർച്ചിങ് ആണ്. നല്ല എന്തെങ്കിലും നല്ല സ്പേസ് കിട്ടുകയാണെങ്കിൽ കഴിക്കും. അപ്പോൾ ആവി പാറുന്ന പുട്ട് കിട്ടാത്ത വിഷമം തൽക്കാലം നമുക്ക് ആവി പാറുന്ന ചോറിലൊതുക്കാം. ഇവർ രണ്ടുപേരും ചോറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല നാടൻ ഊണായിരുന്നു. ഞാൻ ഒരു ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കതിൻ്റെ ടേസ്റ്റ് നമ്മുടെ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന ആ ബിരിയാണിയുടെ ഒരു ടേസ്റ്റാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് തുടങ്ങാം. ഹലോ, സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ എടക്കൽ കേവ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എനർജിയൊക്കെ സെറ്റാക്കി. ഇപ്പം നമുക്ക് കുറേ കയറാനുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് അത്യാവശ്യം മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് കയറാനുണ്ട്. ഇറ്റ്സ് എ ടാസ്ക്, ബട്ട് ലെറ്റ്സ് ഡു ഇറ്റ്. അത്യാവശ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. മുകളിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുറേ മുകളിലാണ്. We have a nice view. We did it and few more left. How are you feeling, guys? It was so simple. Simple. ഇതൊക്കെ നമ്മളെത്ര കണ്ടതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്റ്റാമിന 90 വയസ്സുള്ള അമ്മമാരൊക്കെ പുട്ട് പോലെ ഇങ്ങനെ ടുട്ടും പറഞ്ഞ് കയറി പോയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടില്ലേ ഇതിനൊക്കെ. സോ നമ്മൾ കേവിൻ്റെ ഉള്ളിലെത്തി. നൈസ്. സോ ഇതാണ് ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ കേവുകളായ എടക്കൽ കേവ്സ് സിറ്റുവേറ്റഡ് വയനാട് ഡിസ്ട്രിക്ട് ഓഫ് കേരള. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 6000 BC ടു 1000 BC ടു 1000 BC ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കേവാണ്. ഇതൊരു നാച്ചുറൽ കേവ് അല്ല, മാൻമേഡ് കേവ് ഇൻ ദ സെൻസ് പറയാം. കാരണം ഈ മലയാളം മീനിങ് ഇടക്കല്ല് എന്ന് പറയുന്നത് സ്റ്റോൺ ഇൻ ബിറ്റ്വീൻ എന്നാണ്. അതായത് രണ്ട് പാറക്കല്ലിൻ്റെ ഇടയ്ക്ക് ആ ഒരു മീനിങ്ങിലാണ് ഈ ഇടക്കൽ കേവ് എന്ന് പറയുന്ന ഈ ടെർമിനോളജി വന്നത് തന്നെ. ഇത് ഇവിടെ എന്താ പറയുക, പണ്ട് നിയോലിത്തിക് ഏജിൻ്റെ സമയം തൊട്ടേ മനുഷ്യവാസം മുതൽ അവരുടെ എന്താ പറയുക, അവർ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഇതിൻ്റെ പാറേൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ആ ചിത്രപ്പണികൾ വെച്ചിട്ട് ഒരുപാട് ഫൈൻഡിങ്സ് ഹിസ്റ്റോറിയൻസ് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ലൈക്ക് ആൾക്കാർ കൂട്ടം കൂടി ജീവിക്കാൻ തുടങ്ങി. ഹണ്ടർ ഗ്യാദറേഴ്സിൽ നിന്ന് അവരൊരു അഗ്രികൾച്ചറലിസ്റ്റിലേക്ക് ഉള്ളൊരു ട്രാൻസിഷൻ ഫേസ് ജസ്റ്റ് നമുക്ക് ഈ ഇവിടെ പല പിക്ചേഴ്സിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മളെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് കാലങ്ങളായിട്ട് പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകും. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിന്ന് പോയി ഡിസ്ട്രോയ് ചെയ്ത് പോയിട്ട് പഴയുള്ള ഒരുപാട് സാധനങ്ങൾ പോയി. എന്നാലും കഴിയുന്നിടത്തോളം രീതിയിലൊരു നല്ല രീതിയിൽ തന്നെ പ്രിസർവ് ചെയ്ത് വരുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊരു വെൽ ടൂറിസ്റ്റ് പ്ലേസാണ്. വയനാട് വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എടക്കൽ കേവ്. ഇത് കുറച്ച് സ്റ്റീപ്പാണ്, കുറച്ച് കയറേണ്ട. പക്ഷേ പഴയതുപോലെയല്ല, ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളായി. സ്റ്റെപ്സൊക്കെ പെട്ടെന്ന് തന്നെ കയറി നമുക്ക് മുകളിലെത്താൻ പറ്റും. സോ അത്ര തന്നെ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് എടക്കൽ കേവ്. നമ്മൾ
എടക്കൽ കേസൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുകയാണ്. സോ ഹിയർ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഐ വാസ് വെരി സ്മോൾ. വന്നപ്പോൾ എന്നെ താഴെ നിർത്തിയിട്ട് അമ്മയും ബാക്കി എല്ലാവരും മുകളിലോട്ട് കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. നൗ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഐ എം ഹിയർ ആൻഡ് ഐ സോ ഹായ്. സോ നമ്മൾ എടക്കൽ കേസ് ഇറങ്ങി. കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കാരണം ഇത്രയും സ്റ്റീപ്പ് കയറ്റം കയറിയിട്ട് ഇറങ്ങുമ്പോൾ യുനോ നമ്മളൊരു സർബത്ത്, ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് എനർജി റീഗെയിൻ ചെയ്തു, ഉഷാറായി. ഹൗ വാസ് എടക്കൽ കേവ്? ഇറ്റ് വാസ് സോ ഗുഡ് ഗൈസ്. കാലം ഇങ്ങനെ വർക്കുന്നുണ്ട് പണ്ടാലിറങ്ങാൻ. നമ്മളിവിടെ ഇറങ്ങുന്നവിടെ 12D റൈഡർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സോ നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. കയറിയിട്ട് പറയാം എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, വേർത്താണോ എന്നുള്ളത്. യു ഗൈസ് റെഡി? ഞങ്ങൾ 12D എക്സ്പീരിയൻസ് ഇസ് സോ അമേസിങ്. ഹൗ വാസ് ഇറ്റ് ഗൈസ്? മല കയറിയിട്ട് മുട്ടായിരുന്നു വിറക്കുന്നുണ്ടായിരുന്നു, ഇപ്പം മേലൊന്നായിട്ട് വിറക്കുന്നു. എടക്കൽ കേസിൽ വരുമ്പോൾ ഇതും എക്സ്പീരിയൻസ് ചെയ്യാം. You should. It's so good and full കാറ്റും വെള്ളവും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് പുറകത്തെ ചവിട്ട് വാസ് അൾട്ടിമേറ്റ്. അത് നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ചേറിൻ്റെ ഉള്ളിൽ കൂടി ആരോ ഇറ്റ് വാസ് സോ അമേസിങ്. പറ്റെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. 100 രൂപ മാത്രമേ ഉള്ളൂ ഒരാൾക്ക്. സോ ഇറ്റ്സ് വെരി വർത്ത്. ആ 100 രൂപ ഇസ് വെരി വർത്ത്. ആൻഡ് ആ 7 minutes അടിപൊളിയാണ്. സോ ഗൈസ്, നമ്മൾ നമ്മുടെ വൺ ഡേ ട്രിപ്പിൻ്റെ 3rd ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് കാരാപ്പുഴ ഡാമിലാണ്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. വിത്തിൻ ലിമിറ്റ്. നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് പോകാൻ പറ്റില്ല, ഇപ്പോൾ തന്നെ കുറേയായി. സോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ആൻഡ് ഐ വിൽ ഷെയർ യു വിത്ത് ഓൾ ഓഫ് ദ ക്ലിപ്സ്. ഓക്കെ, അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ജൈൻറ്റ് സ്പ്രിങ്, അതുപോലെ ഈ ടവർ സ്വിങ് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് യാ, ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ബട്ട് ജൈൻറ്റ് സ്പ്രിങ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ബട്ട് വി ആർ ജസ്റ്റ് എൻജോയിങ് ദ വ്യൂ. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ആൻഡ് ഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ക്ലൈമറ്റും നല്ലതാണ്, വെയിലൊന്നുമില്ല. ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. നൈസ്. സോ നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ സൈഡിലാണുള്ളത്. ഡാം സൈഡ് വ്യൂ. ലൈക്ക് ദിസ് ഈസ് വെരി ഗുഡ്. ലൈക്ക് ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള പ്ലേസ് ആണ്. അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും ഈ ഒരു ഏരിയയിൽ അത്ര തിരക്കില്ല. സോ ഈ വ്യൂ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം എന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മുടെ വൺ ഡേ ട്രിപ്പ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. സോ ഇതേപോലെ വൺസ് ഇൻ എ വൈൽ മീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയാനുള്ളത്, I know like there are a lot of trips that we plan and we never go. But നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഒരുപാട് പ്ലാനോ എവിടെ എങ്ങനെ നമ്മൾ പോയ സ്ഥലമാണെങ്കിൽ പോലും ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് എന്നെ സംബന്ധിച്ച് വയനാടൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ബട്ട് യാ, വി ആർ കമ്മിങ് അഗെയിൻ ബിക്കോസ് the place doesn't matter, the people and the moments matter. Ignore these guys, okay? സോ നമ്മൾ കാരാപ്പുഴ ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി. ഇനി നമുക്ക് തിരിച്ചു പോകാം, കാരണം താമരശ്ശേരി ഭയങ്കര ലൈക്ക് ബ്ലോക്ക് ആയിരിക്കും. സോ വി ആർ ഗോയിങ് ബാക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഇവിടെ താമരശ്ശേരി വൈറ്റ് ഹൗസിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ്. ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഹലോ. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ഈ ഒരു വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. സമയം ഓൾമോസ്റ്റ് ലൈക്ക് രാത്രിയായി. നമുക്കൊക്കെ വീട്ടിൽ പോകണം. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.
മണിവെല്ലാം മറത്തോ. സോ ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ട്രിപ്പ് പോസിബിൾ ആക്കി എൻ്റെ ചങ്കുകളെ ഞാൻ മെൻഷൻ ചെയ്യണ്ടേ, അവരെ പറ്റി ഞാൻ 2 വാക്ക് സംസാരിക്കണ്ടേ. സോ ഗിവ് മീ ദറ്റ് ടൈം. ലൈക്ക് ദിസ് ഈസ് മൈ ഫ്രണ്ട് വിഷ്ണു, ആളിപ്പം നാട്ടിലുണ്ട്. ആൻഡ് ദി അതർ ഗൈ ജാസിൻ പുറത്താണ്, അവൻ ഡൽഹിയിലാണ്. സോ അവൻ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് 2 ദിവസമായി. സോ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ പോയപ്പം ലൈക്ക് സഡൻലി പ്ലാൻ ചെയ്തതാണ് ലൈക്ക് ലെറ്റ്സ് ഗോ ഫോർ എ റോഡ് ട്രിപ്പ്. സോ അങ്ങനെ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. അതൊരു വൺ ഡേ ട്രിപ്പായി. ഞങ്ങൾ ഒരുപാട് പ്ലേസസ് കവർ ചെയ്തു. ആൻഡ് ഈ പ്ലേസസൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതും പോയതും ഒക്കെ ആയിട്ടുള്ള പ്ലേസസ് ആണെങ്കിൽ പോലും ആസ് ഐ സെഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേസ്, ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ ആൻഡ് ദ മൊമെൻറ്റ്സ്. സോ ലൈക്ക് അത് അടിപൊളി മെമ്മറീസ് ആയിരുന്നു. ലൈക്ക് ദ മെമ്മറീസ് വെയർ ലൈക്ക് സോ ഗുഡ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിൽ ഒരു 90-95% നടക്കാറില്ല. അത് ലൈക്ക് യൂണിവേഴ്സൽ ഒരു ഫാക്റ്റാണ്. ബട്ട് ആ ട്രിപ്പ് ഞങ്ങൾ വളരെ റാൻഡമായിട്ട് പ്ലാൻ ചെയ്തു, അത് നടന്നു. അതിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ലൈക്ക് വി ഓൾ എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് ലൈക്ക് ഗുഡ് മൊമെൻറ്റ്സ്. ലൈക്ക് നിങ്ങൾക്കും ഇതേപോലെ സഡനായിട്ട് ഒരു പ്ലാനും ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു ഒന്നും എന്താ പറയുക പ്ലാനോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനോ ഒന്നും ഇല്ലാതെ ഒരു സഡനായിട്ട് റാൻഡമായിട്ട് നിങ്ങളൊരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ബിക്കോസ് ദാറ്റ് വിൽ ബ്രിങ് എ ലോട്ട് ഓഫ് സർപ്രൈസസ് ആൻഡ് ഗുഡ് മൊമെൻറ്റ്സ്. ആൻഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും അത്. സോ ഈ ഒരു ട്രിപ്പ് പോസിബിളാക്കി എൻ്റെ 2 ഫ്രണ്ട്സിനെയും ഞാൻ ഈ ഒരു നിമിഷത്തിൽ ലൈക്ക് താങ്ക് ചെയ്യാണ്. എൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും. ബട്ട് യാ വി ആർ ഹോപ്പിംഗ് ടു ഡൂ മോർ ആൻഡ് ഷെയർ വിത്ത് യു ഗൈസ്. ലെറ്റ്സ് ഹോപ്പ്. എന്തായാലും ഇതേപോലത്തെ ചങ്കുകളൊക്കെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ. ഓക്കെ ദെൻ ബൈ, ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ. നമുക്ക് നെക്സ്റ്റ് ട്രിപ്പോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇവൻറ്റിൽ തീർച്ചയായിട്ടും കാണാം. അൺടിൽ ദെൻ ബൈ ബൈ.